ലോകത്തെ എല്ലായിടത്തും പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ഭാരതത്തിലും ഉണ്ടായിട്ടുണ്ടോ? തെളിവുകൾ എന്ത്? ചരിത്രത്തിലെ ആദ്യത്തെ പ്രവാചകനാണ് ഞാൻ എന്നല്ല നബി പറഞ്ഞത്. മറിച്ച് ഞാൻ ആദ്യത്തെ നബി അല്ല എന്ന് നബി പറയുന്നതായി ഖുർആനിലുണ്ട്. ഞാനിങ്ങനെ പുതുതായി ഉണ്ടായ ഒരു നബിയല്ല, മറിച്ച് പ്രവാചകന്മാരുടെ ഒരു പരമ്പരയുണ്ട്. അതിലെ അവസാനത്തെ കണ്ണി മാത്രമാണ്. അതുകൊണ്ട് പുതുതായി എന്തെങ്കിലും പഠിപ്പിക്കുകയല്ല, എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച അടിസ്ഥാന തത്വങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് എന്നും മുഹമ്മദ് നബി പറയുന്നത് കാണാൻ കഴിയും. എവിടെയൊക്കെ ജനങ്ങൾ ജീവിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം മുന്നറിയിപ്പുകാർ വന്നിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ 25 പ്രവാചകന്മാരുടെ ചരിത്രമേ പറയുന്നുള്ളൂ. അത് പ്രവാചകൻ ആഗതനായ ആ പ്രദേശത്തും പരിസരത്തുമുള്ള പ്രവാചകന്മാരുടെ ചരിത്രം മാത്രമാണ് പ്രധാനമായും. അപ്പൊ ഇന്ത്യയിൽ പ്രവാചകന്മാർ വന്നിട്ടുണ്ടാവുകയില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ചരിത്രം അനുസരിച്ച് ഇന്ത്യയിൽ വളരെ നേരത്തെ തന്നെ മനുഷ്യർക്ക് സംസ്കാരവും നാഗരികതയും ഉണ്ട്. ലോക ചരിത്രത്തിലെ ആദ്യത്തെ 4 സംസ്കാരങ്ങളിൽ ഒന്നാണ് സിന്ധു നദീതട സംസ്കാരം. മറ്റൊന്ന് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരമാണ്. മറ്റൊന്ന് ചൈനയിൽ ഹുയാൻഹോ നദീതടങ്ങളിലാണ് ആദ്യത്തെ എല്ലാ സംസ്കാരങ്ങളും. ആദിമ സംസ്കാരങ്ങളിൽപ്പെട്ടതാണ് ഇന്ത്യ. സ്വാഭാവികമായിട്ട് ഇവിടെയും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. പക്ഷെ അവരാരാണ് എന്ന് ഖുർആനിലില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഖണ്ഡിതമായി പറയാനും കഴിയില്ല. അതേസമയം 2 കാര്യങ്ങൾ ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിലൊന്ന് ബുദ്ധനാണ്. ബുദ്ധന്റെ ചരിത്രം എന്താണ്? ബുദ്ധൻ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന രാജകുമാരനാണ്, സിദ്ധാർത്ഥ രാജകുമാരനാണ്. അങ്ങനെ ഒരിക്കൽ കൊട്ടാരം സമ്പൽ സമൃദ്ധമാണ്. ഒരിക്കൽ പുറത്തിറങ്ങി നടക്കുമ്പോഴാണ് ജനങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ അതിൽ ബുദ്ധൻ വലിയ ദുഃഖിതനായി. പിന്നെ അതിനെക്കുറിച്ചൊക്കെ ബോധിവൃക്ഷ ചുവട്ടിൽ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി. ധ്യാന നിമഗ്നനായി. അങ്ങനെ അവിടെ വെച്ച് ബുദ്ധന് ബോധോദയം ലഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു സാധാരണ ബോധമല്ല. ബുദ്ധന് അതിനു മുമ്പ് ഒരു ബോധം ഉണ്ടായിരുന്നില്ല എന്നല്ലല്ലോ. അതൊരു ബോധോദയം ലഭിക്കുകയാണ്. ഇതേപോലെയാണ് മുഹമ്മദ് നബി അന്നത്തെ കാലത്തെക്കുറിച്ച്, മനുഷ്യരെ കുറിച്ച്, അവർ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിനെ കുറിച്ച്, അവ്യവസ്ഥാപിതമായ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ച് ഹിറാ ഗുഹയിൽ ഇരിക്കുന്നു. അവിടെ നിന്ന് നബിക്ക് ഗബ്രയേൽ അല്ലെങ്കിൽ ജിബ്രീൽ എന്ന മാലാഖ വന്നിട്ട് വെളിപാട് നൽകുന്നു. അങ്ങനെ പ്രവാചകനാവുന്നു, ബോധോദയം ഉണ്ടാവുന്നു. ഇതിനാണ് വഹ്യ് എന്ന് പറയുന്നത്. ബുദ്ധൻ പറയുന്നുണ്ട്, ഞാൻ ആദ്യത്തെ ബുദ്ധനോ അവസാനത്തെ ബുദ്ധനോ അല്ല. ബുദ്ധൻ എന്നുള്ളത് ഒരാളുടെ പേരല്ല. ഇസ്ലാമിക ടെർമിനോളജിയിൽ നബി, പ്രവാചകൻ എന്ന് പറയുന്നതിന്റെ മറ്റൊരു പര്യായ പദമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബുദ്ധൻ എന്ന് പറയുന്നത്. ഞാൻ ആദ്യത്തെ ബുദ്ധനോ അവസാനത്തെ ബുദ്ധനോ അല്ല എന്നാണ് ബുദ്ധൻ പറയുന്നത്. ഇന്ത്യയിൽ മറ്റൊരു സങ്കല്പമുണ്ട്. ധർമ്മം ക്ഷയിക്കുമ്പോഴെല്ലാം ദൈവം ഭൂമിയിൽ അവതരിച്ച് ധർമ്മസമസ്ഥാപനം നടത്തും. ഒരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ ഇതിനെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, ദൈവം നേരിട്ട് ഭൂമിയിൽ അവതരിക്കുക എന്ന ഏർപ്പാടില്ല. സൃഷ്ടാവ് വേറെയാണ്, സൃഷ്ടി വേറെയാണ്. ഇത് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് ആയിട്ടുള്ള 2 അസ്തിത്വങ്ങളാണ്. സൃഷ്ടാവ് ഒരിക്കലും അവതാരമാവുകയോ പുത്രന്റെ ജന്മമെടുക്കുകയോ ഒന്നും ചെയ്യില്ല. സൃഷ്ടാവ് ഒരിക്കലും സൃഷ്ടിയുടെ രൂപം പ്രാപിക്കുകയില്ല. സൃഷ്ടി ഒരിക്കലും ആത്മീയമായി വളർന്ന് വികസിച്ച് സൃഷ്ടാവിൽ ചെന്ന് വിലയം പ്രാപിക്കുകയോ സൃഷ്ടാവിന്റെ അംശമാവുകയോ ഇല്ല. അങ്ങനെ ഇങ്ങോട്ടുമില്ല, ഇങ്ങനെ അങ്ങോട്ടുമില്ല. രണ്ട് ഒരിക്കലും കൂടിച്ചേരാത്ത 2 അസ്തിത്വങ്ങളാണ് എന്നതാണ് ഇസ്ലാമിക കാഴ്ചപ്പാട്. അപ്പോ ഈ ദൈവം അവതരിച്ചു എന്ന് പറയുന്നത്, ഇതിനെക്കുറിച്ച് പഠിച്ച പല ഇസ്ലാമിക് സ്കോളേഴ്സും പറയുന്നത്, അവർ പ്രവാചകന്മാരായിരിക്കും. ഇവിടെ അവതാരങ്ങൾ എന്ന് പറയുന്നവർ പ്രവാചകന്മാരായിരിക്കും. ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ അവതാര പുരുഷന്മാരാണ്, മര്യാദാ പുരുഷോത്തമന്മാരാണ്, ധർമ്മസമസ്ഥാപകരാണ് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. അപ്പോ അവർ പ്രവാചകന്മാരായിരിക്കും. സ്വാഭാവികമായും പ്രവാചകന്മാരോടുള്ള ആദരവ് വർദ്ധിച്ച് അവരെ ദൈവാംശമുള്ളവരും ദൈവങ്ങളും ദൈവാവതാരങ്ങളും ദൈവപുത്രന്മാരും ഒക്കെയായി സങ്കല്പിച്ചതായിരിക്കാം. പിന്നെ സമൂഹത്തിന്റെ മറ്റു പല ദുരാചാരങ്ങളും, ജാതി വ്യവസ്ഥ പോലെയുള്ള പലതും, സ്ത്രീവിരുദ്ധത പലതും അവരിൽ അവർ ചെയ്തതായി ആരോപിച്ചുകൊണ്ട് അതിന് ന്യായീകരണം ഉണ്ടാക്കിയതായിരിക്കാം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.